നമസ്കാരം. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പാർട്ടി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് തുറന്നുപറച്ചിൽ നടത്തി ഒടുവിൽ CPM-ൽ നിന്ന് പുറത്തേക്ക് വഴിതെളിഞ്ഞ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞികൃഷ്ണന്റെ ആത്മകഥ പുറത്തിറങ്ങുകയാണ്. പറഞ്ഞതിനേക്കാൾ ഏറെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞികൃഷ്ണന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നതോടുകൂടി പയ്യന്നൂരിലെ പല CPM നേതാക്കന്മാർക്കും തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും പാർട്ടി പ്രതിരോധത്തിന്റെ പടുകുഴിയിലായിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധനരാജിന് വേണ്ടി പിരിച്ച പണം പാർട്ടി നേതാക്കന്മാർ തന്നെ സ്വന്തം കീശയിലേക്ക് വകമാറ്റി എന്ന് പറയുമ്പോൾ ഒരു രക്തസാക്ഷിയെ എത്രത്തോളമാണ് ഇവർ കച്ചവട തന്ത്രമായി കണ്ടത് എന്നതിന്റെ നേർസാക്ഷ്യമായിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലുകൾ. വരും ദിവസങ്ങളിൽ കുഞ്ഞികൃഷ്ണന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നതോടുകൂടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന് പുറമെ പയ്യന്നൂരിലെ പാർട്ടിയിലെ മൂല്യച്യുതിയും അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ പാർട്ടിക്കകത്തെ കളവും തീവട്ടിക്കൊള്ളയും പുറത്തേക്ക് വരാൻ പോവുകയാണ്. രക്തസാക്ഷി ഫണ്ട് കെട്ട പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയെന്ന പാർട്ടി ഒരു വിഭാഗം പാർട്ടി അണികളും നേതാക്കന്മാരും പറയുന്ന പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുന്നത്. എന്തിനാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പയ്യന്നൂരിലെ MLA-യെയും പാർട്ടി നേതൃത്വത്തെയും ഇത്രത്തോളം ചേർത്ത് പിടിക്കുന്നത് എന്ന ചോദ്യമാണ് സാധാരണക്കാരായ പാർട്ടി അണികൾ ചോദിക്കുന്നത്. കുഞ്ഞികൃഷ്ണന്റെ ആത്മകഥ പുറത്തു വരുമ്പോൾ കണ്ണൂർ ജില്ലയിലെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിടിച്ചുലയ്ക്കുമോ? എന്താണ് കുഞ്ഞികൃഷ്ണൻ ഈ ആത്മകഥയിലൂടെ വ്യക്തമാക്കുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്? നേരത്തെ കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളാൻ ഏറെ ത്യാഗം സഹിച്ച പ്രദേശമായ ഒഞ്ചിയത്ത് പാർട്ടിയുടെ മൂല്യച്യുതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ RMP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ CPM-ന്റെ കിരാത കൊലപാതക രാഷ്ട്രീയം കേരളം കണ്ടതാണ്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും CPM-ന്റെ കണ്ണിലെ കരടായി മാറുമ്പോൾ CPM കാത്തുവച്ചത് എന്താണ്? വരും ദിവസങ്ങളിൽ പാർട്ടിക്കകത്തെ പൊട്ടലുകളും ചീറ്റലുകളും തെരുവിലേക്ക് വരുമോ? കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പയ്യന്നൂരിലെ പാർട്ടി സഖാക്കൾ ചിന്തിക്കുമോ? പാർട്ടി സഖാക്കൾ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ, നേതൃത്വത്തിന്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കാൻ തയ്യാറാകുമോ? വിശദമായി പരിശോധിക്കാം. PS സൗവർണികയാണ് കൂടെയുള്ളത്. ഈ കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ കേരളത്തിലെ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പയ്യന്നൂരിലെ ധനരാജിന്റെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ RSSുകാർ കൊലപ്പെടുത്തിയ ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിൽ ഒരു വിഹിതം പാർട്ടി നേതാക്കന്മാർ മുക്കി എന്നാണ് അദ്ദേഹം ആ സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. താൻ ഇത് സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണനും MV ഗോവിന്ദനും പാർട്ടി സെക്രട്ടറിമാരായ ആളുകൾക്കൊക്കെ പരാതി നൽകിയിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അഴിമതിക്കാരെ സംരക്ഷിച്ച് നിർത്തുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പയ്യന്നൂർ MLA മധുസൂദനെതിരെയാണ് അദ്ദേഹം ആദ്യമായി വിരൽ ചൂണ്ടിയത്. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർക്കുൾപ്പെടെ ഈ തട്ടിപ്പിന്റെ വിവരം, ഈ ഫണ്ട് കട്ടതിന്റെ വിവരം അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ എയ്തുവിട്ട അസ്ത്രം പാർട്ടി നേതൃത്വത്തിന് തന്നെ തറച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഈ വിവാദ ഇന്റർവ്യൂ പുറത്തു വന്ന 4-ാം ദിവസം കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. കണ്ണൂർ പോലെയുള്ള CPM-ന്റെ കോട്ടക്കൊത്തളമായ പയ്യന്നൂരിന്റെ പല പ്രദേശങ്ങളിലും ഒരു ഇല അനങ്ങണമെങ്കിൽ പാർട്ടി നേതൃത്വം അറിയണം. അത്രത്തോളം പാർട്ടി ഗ്രാമങ്ങളുള്ള, അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി പോരാടാൻ, പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ പ്രവർത്തകരുള്ള, നിരവധിയായ രക്തസാക്ഷികളുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് ഒരു മുതിർന്ന നേതാവ് രംഗത്ത് വരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് അനുകൂലമായി അവിടെ പാർട്ടി അനുകൂലികളുടെ പ്രകടനം നടക്കുന്ന കാഴ്ച പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുമാത്ര ഈ കുഞ്ഞികൃഷ്ണന്റെ തുറന്ന പറച്ചിലിന് പിന്നാലെ തിരുവനന്തപുരത്തെ രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് മുക്കിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഫണ്ട് മുക്കിയ ആളെ പിന്നീട് മന്ത്രി ശിവൻകുട്ടി ഇടപെട്ട CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയെന്ന് തുറന്നു പറഞ്ഞത് വിഷ്ണുവിന്റെ സഹോദരനാണ്. പയ്യന്നൂരിലെ ഫണ്ട് മുക്കൽ വിവാദം, രക്തസാക്ഷി ധനരാജിന്റെ പേര് പറഞ്ഞ് പിരിച്ച ഫണ്ട് ആ ധനരാജിന്റെ കുടുംബത്തിന് നൽകാതെ പാർട്ടി നേതാക്കന്മാർ സ്വന്തം കീശയിലേക്ക് മാറ്റിയെന്ന കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞപ്പോൾ അത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ ആത്മകഥ പുറത്തിറങ്ങാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞതിനേക്കാളേറെ എഴുതിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ആത്മകഥയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മകഥ പ്രകാശനം ചെയ്താൽ പാർട്ടി ഏത് തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണ് പോകാൻ പോകുന്നത്? തീർച്ചയായും ഈ ആത്മകഥ പുറത്തിറങ്ങുമ്പോൾ പാർട്ടി പൂർണ്ണമായി വെട്ടിലാകും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നതൊക്കെ പാർട്ടിക്ക് എതിരായി വരും എന്നുള്ളത് സത്യമാണ്. ഇതിനൊക്കെ അപ്പുറം കുഞ്ഞികൃഷ്ണൻ ഇത്തരം ഒരു ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന് പറയുമ്പോൾ പാർട്ടി എടുത്ത നിലപാട് കുഞ്ഞികൃഷ്ണനൊപ്പം നിൽക്കുന്നതായിരുന്നില്ല, പാർട്ടിയിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്ന തരത്തിലായിരുന്നു.
അത്തരം നിലപാടെടുക്കുമ്പോൾ മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ ഇന്നും തള്ളിപ്പറയാത്ത അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ തള്ളിപ്പറയാത്ത പാർട്ടി നന്നാകണം അല്ലെങ്കിൽ പാർട്ടി പോകുന്നത് തെറ്റായ ദിശയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ശരിയായ നിലപാടാണ് എന്ന് നമുക്ക് പറയാനാകില്ല. ഈ പറയുന്ന പോലെ കുഞ്ഞികൃഷ്ണൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. വെറും തെരഞ്ഞെടുപ്പ് പാർട്ടിയായി CPM മാറി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ പയ്യന്നൂർ MLA ആയിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് അതിൽ കൂടുതലായി പറയുന്നത്. ബൂർഷ്വാ സ്വഭാവമാണ് അല്ലെങ്കിൽ ബൂർഷ്വാ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ഈ പറയുന്ന പോലെ CPM എന്ന് പറയുന്നത് ആശയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വെറും തെരഞ്ഞെടുപ്പ് പാർട്ടിയായി മാറുകയും ഈ പറയുന്ന പോലെ സംസ്ഥാനത്തിലെ CPM നേതാക്കൾക്ക് ഈ പാർട്ടിയെ പഴയ പ്രതാപം നഷ്ടപ്പെടുത്താൻ ഉള്ള തരത്തിലേക്ക് മാറി എന്ന തരത്തിലൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം പാർട്ടിക്കെതിരെ പറഞ്ഞ ആരെയും മുന്നോട്ട് അധിക നാൾ പോയ ചരിത്രമില്ല. TP ചന്ദ്രശേഖരന്റെ അവസ്ഥ വരുമോ ഇദ്ദേഹത്തിന് എന്നൊരു ചോദ്യം ബാക്കിയാണ്. നമുക്ക് പൂർണ്ണമായി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാൻ പോലും കഴിയില്ല. കാര്യം CPM ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെയാണ്. നമുക്കറിയാം എപ്പോഴൊക്കെ എതിർ നിന്നിട്ടുണ്ടോ അവരെയൊക്കെ ഇല്ലാതാക്കിയ ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. അപ്പൊ അത്തരത്തിൽ കുഞ്ഞികൃഷ്ണനും അത്തരമൊരു അല്ലെങ്കിൽ അത്തരത്തിൽ വേട്ടയാടപ്പെടുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ പറയുന്ന കാര്യങ്ങളിലെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞികൃഷ്ണന് പിന്നിൽ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ പറയുന്ന പോലെ കുഞ്ഞികൃഷ്ണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും സംസാരിക്കുകയും അദ്ദേഹത്തിനൊപ്പം ഒരുപാട് പേരെ കൂടെ നിർത്താൻ കഴിയുന്നുണ്ട്. യഥാർത്ഥ CPMകാരെല്ലാം കുഞ്ഞികൃഷ്ണനൊപ്പമായിരിക്കും. കാര്യം ഫണ്ട് തട്ടിപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതൊരു കാര്യം CPMനെ വിമർശിക്കുന്നത് ഞാൻ മനസ്സിലാക്കി വെച്ച് കുഞ്ഞികൃഷ്ണൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ്. മുന്നേ ഇത് പറയണമായിരുന്നു. ഇത്തരത്തിൽ പല സ്ഥലത്തും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ട് ഒരുപാട് പേർ CPMൽ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ട് തട്ടിപ്പ് പോലെയുള്ള CPMന്റെ ഉഡായിപ്പുകൾ ഒരുപാട് പേർ പറയുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും കണ്ണൂർ ജില്ലയ്ക്കകത്ത് പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. പാർട്ടി അണികൾ പയ്യന്നൂരിൽ പരസ്യമായി തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് മുറുമുറുപ്പുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കുഞ്ഞികൃഷ്ണൻ ഈ ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാൻ കഴിയില്ലേ? തീവെട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ നേതൃത്വം സംഘടനാ തത്വങ്ങൾ നിർജ്ജലം ഉപയോഗിക്കുന്നു. പയ്യന്നൂർ MLA TI മധുസൂദനൻ ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിന്റെ ശൈലിയാണെന്നും പുസ്തകത്തിലുണ്ട്. അടുത്ത ബുധനാഴ്ചയാണ് പയ്യന്നൂരിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. 16 അധ്യായങ്ങളും 96 പേജുമുള്ള പുസ്തകത്തിൽ പയ്യന്നൂർ MLA വിമർശിക്കുന്നതാണ്. എതിർക്കുന്നവരോട് മരണം വരെ പകവച്ച് പുലർത്തുന്ന ആളാണ് MLA എന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പയ്യന്നൂർ പാർട്ടി നന്നാവണമെങ്കിൽ MLA അല്ലെങ്കിൽ മധുസൂദനൻ ആദ്യം നന്നാകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പ്രവർത്തനത്തിന്റെ അന്ത്യം എന്ന തലക്കെട്ടോടെ അവസാന അധ്യായം തീരുന്നത് ഇങ്ങനെയാണ്: പാർട്ടിക്കകത്തെ തെറ്റുകൾക്കെതിരെയും സമൂഹത്തിലെ അനീതികൾക്കെതിരെയും സധൈര്യം പോരാടുന്ന സഖാവ് VS അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ പുസ്തകം സമർപ്പിക്കുന്നു. തീർച്ചയായും പാർട്ടിക്കകത്തെ മൂല്യച്യുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അദ്ദേഹം രംഗത്ത് വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പാർട്ടി ഈ വിഷയത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം പൂർണ്ണമായും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പാർട്ടി നേതൃത്വം CPM നേതൃത്വത്തെ പിടിച്ചുലയ്ക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം ആ സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ടിൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് മുക്കിയ ആളെ പിന്നീട് CITU ജില്ലാ സെക്രട്ടറി ആക്കി എന്ന തരത്തിലടക്കം വിഷ്ണുവിന്റെ സഹോദരൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ആരോപണം ഉയരുന്നു. രക്തസാക്ഷി ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നപ്പോൾ ഇയാളെ സംരക്ഷിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ഈ ആരോപണം ഉയർത്തിയ വ്യക്തിയെ സംരക്ഷിക്കാൻ ചില ആളുകൾ തയ്യാറാണ്. അതായത് പാർട്ടി ഗ്രാമത്തിൽ CPMന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ, CPM നേതൃത്വത്തിനെ വെല്ലുവിളിച്ച് പ്രകടനം നടത്താൻ ആളുകൾ തയ്യാറാണ് എന്നതിന്റെ നേർസാക്ഷ്യമാണ് പയ്യന്നൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പുസ്തകം പുറത്തിറങ്ങുന്നതോടുകൂടി കണ്ണൂർ ജില്ലയിലെ CPMനകത്ത് വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പാർട്ടി രക്തസാക്ഷികളുടെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, നിരവധിയായ ആരോപണങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് അറിയാമെന്നാണ് ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ കണ്ണൂർ ജില്ലയ്ക്കകത്ത് പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. കുഞ്ഞികൃഷ്ണന്റെ ചുവട് പിടിച്ച് കൂടുതൽ ആളുകൾ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്.